ഗവർണർ പരിപാടിക്ക് ശേഷം ഇറങ്ങി വരികയാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മടങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുൻപ് അവിടെ കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ വലിയ പ്രതിഷേധം SFI സംഘടിപ്പിച്ചിരുന്നു. ഗവർണർ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതാണ്, സംസ്കൃത സെമിനാറിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു. അപ്പോൾ SFIയുടെ പ്രതിഷേധം ഗവർണർക്കെതിരെ കഴിഞ്ഞ കുറേ കാലങ്ങളായി തുടരുന്നതാണ്. ഇന്ന് വലിയ പ്രതിഷേധമാണ് അവിടെ ആസ്ഥാനത്തിന്, സർവകലാശാല കാര്യാലയത്തിന് മുന്നിലുണ്ടായത്. ഗവർണർ ആ പരിപാടിക്ക് ശേഷം മടങ്ങുകയാണ്. സാധാരണഗതിയിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാറുണ്ട്, എന്നാൽ ഇന്ന് എന്തുകൊണ്ടോ അദ്ദേഹം പ്രതികരിക്കാതെ മടങ്ങുകയാണ്. വലിയ പോലീസ് കാവലൊക്കെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പ്രതിഷേധത്തെ തുടർന്ന്. പ്രതിഷേധം പിന്നീട് അവസാനിക്കുകയും ചെയ്തു. ഇപ്പോൾ ഗവർണർ മടങ്ങുകയാണ്. സംസ്കൃത സെമിനാറിൽ പങ്കെടുത്തതിന് ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങുന്നു. നിലവിൽ അവിടെ പ്രതിഷേധത്തിൻ്റെ ഒരു സാഹചര്യമൊന്നുമില്ല. ഗവർണർ പ്രതികരിക്കുമെന്ന പ്രതീക്ഷയിലാണ് മാധ്യമങ്ങൾ അവിടെ കാത്തുനിന്നത്. എന്നാൽ അദ്ദേഹം പ്രതികരിക്കാതെ മടങ്ങുകയാണ്. സുരക്ഷയുണ്ട് ഗവർണർക്ക്. SFIക്കെതിരെയൊക്കെ അതിരൂക്ഷ വിമർശനം മുൻപ് ഗവർണർ നടത്തിയിട്ടുള്ളതാണ്. SFIയും ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രതികരിക്കുമെന്ന് കരുതുന്നു. അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. अरे कोई बात नहीं, आप परेशान मत हो. हाँ पूछो. So what you want me to do? Even with the huge protest, police arrested 0 SFI persons right now from the university. So what? So do you? No, what is my role? Why you are asking this question to me? Go and ask the police commissioner. How do I know? I am addressing a meeting. Yes, sir, but that was. You are not interested. Please listen to me now. You have asked the question. You are not interested in an academic seminar. The number of people who are attending. You are always interested in disruptive activities. Yes, you are. You are. Sir, do you know what the reason of protest? I should know. You try to know. Do you know what the reason? They are frustrated. Please, നിങ്ങൾ പറഞ്ഞല്ലോ. They are frustrated. Please. ഗവർണർ വാഹനത്തിൽ നിന്നിറങ്ങി അദ്ദേഹം മാധ്യമങ്ങളോട് അവരെ ശകാരിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ എന്താണ് ഈ പ്രതിഷേധത്തിന് കാരണമെന്നൊക്കെ ഗവർണറോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. കൂടാതെ പോലീസ് ഒരു പ്രവർത്തകർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് എന്നോടല്ല ആ ചോദ്യം ചോദിക്കേണ്ടത് എന്ന് ഗവർണർ പറയുന്നുണ്ട്. തുടർച്ചയായി ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അദ്ദേഹം ഇപ്പോൾ മടങ്ങുകയാണ്. പോലീസിനോടാണ് എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല എന്ന് ചോദിക്കേണ്ടത്. ആ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത് എന്ന് പറയുന്നു. ഇതൊട്ടേറെ വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്. ആ പരിപാടിയിൽ പങ്കെടുക്കാനാണ് താൻ എത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഗവർണർ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം മടങ്ങുകയാണ്. മാധ്യമങ്ങളോട് ക്ഷോഭിച്ച് സംസാരിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയാണ് ഇന്നിപ്പോൾ കണ്ടത്. ആ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടായിരുന്നു ഗവർണറുടെ അത്തരത്തിലുള്ള മറുപടി. എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല SFI പ്രവർത്തകർക്കെതിരെ, പ്രതിഷേധിച്ചവർക്കെതിരെ എന്ന ചോദ്യത്തിന് അത് എന്നോടല്ല ചോദിക്കേണ്ടത്, അത് പോലീസിനോടാണ് ചോദിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. നിങ്ങൾ വേവലാതിപ്പെടേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഇപ്പോൾ അദ്ദേഹം കേരള സർവകലാശാലയുടെ ക്യാമ്പസിൽ നിന്ന് മടങ്ങിയിരിക്കുകയാണ്.